ഹായ് ഡിയേഴ്സ്, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ബികോം FIUGPയുടെ ഭാഗമായിട്ട് വരുന്ന മേജർ പേപ്പറായിട്ടുള്ള ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന പേപ്പറിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട തിയറീസും ഡീറ്റെയിൽഡായി ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ ക്ലാസ് വാച്ച് ചെയ്യാത്തവരുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ആ ക്ലാസ് വാച്ച് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റവുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം സിംഗിൾ എൻട്രിയിൽ നിന്ന് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഈ ഒരു പേപ്പറിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ അക്കൗണ്ടിങ് പ്രൊസീജിയറാണ്. ഈ ഒരു ഭാഗത്ത് കൃത്യമായിട്ട് പഠിക്കാനുള്ളത് പ്രോഫിറ്റോ ലോസോ ഡിറ്റർമൈൻ ചെയ്യാനാണ്. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ അക്കൗണ്ടിങ് പ്രൊസീജിയറിൽ കൃത്യമായിട്ട് പഠിക്കാനുള്ള ഒറ്റ ഏരിയ മാത്രമേ ഉള്ളൂ, ഡിറ്റർമിനേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ആ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കാം. രണ്ട് മെത്തേഡാണ് സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം പ്രോഫിറ്റോ ലോസോ കണ്ടുപിടിക്കാൻ. അതിലൊരു മെത്തേഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡാണ്, മറ്റൊരു മെത്തേഡ് കൺവേർഷൻ മെത്തേഡാണ്. അപ്പോൾ ദർ ആർ ടു മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് പ്രോഫിറ്റ് ഓർ ലോസ് അണ്ടർ സിംഗിൾ സിസ്റ്റം. ഒന്നെന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും മറ്റൊന്ന് കൺവേർഷൻ മെത്തേഡും. ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിലാണ് നമുക്ക് പ്രോബ്ലം നമ്മുടെ സിലബസ് വരുന്നത്. കൺവേർഷൻ മെത്തേഡിൽ തിയറി മാത്രമേ ഉള്ളൂ. ആ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കാം. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ കൃത്യമായിട്ട് പ്രോബ്ലം വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റോ ലോസോ ഡിറ്റർമൈൻ ചെയ്യാനാണ്. ഈ പ്രോഫിറ്റോ ലോസോ ഡിറ്റർമൈൻ ചെയ്യാൻ രണ്ട് മെത്തേഡുകളാണ് വരുന്നത്. ഒരു മെത്തേഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും മറ്റൊരു മെത്തേഡ് കൺവേർഷൻ മെത്തേഡും. അതിൽ ഒന്നാമത്തെ മെത്തേഡായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഡീറ്റെയിൽഡായി നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൻ്റെ മറ്റു പേരുകളാണ് നെറ്റ് വർത്ത് മെത്തേഡ് എന്നും പറയാറുണ്ട്, അതുപോലെ തന്നെ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് എന്നും പറയാറുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിനെ നെറ്റ് വർത്ത് മെത്തേഡ് എന്നും അതുപോലെ തന്നെ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് എന്നും പറയാറുണ്ട്. എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഈ സിമിലർ ടു ബാലൻസ് ഷീറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്നത് ബാലൻസ് ഷീറ്റിന് സിമിലർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. പ്രിപ്പയർഡ് യൂസിങ് എസ്റ്റിമേറ്റഡ് ഓർ അവൈലബിൾ ഡാറ്റ. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എസ്റ്റിമേറ്റഡ് ഡാറ്റ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ ഉപയോഗിച്ചിട്ടോ ആണ്. എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്? ടു ഫൈൻഡ് ഔട്ട് ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് ദി പീരിയഡ്. ബിഗിനിങ്ങിലെ ക്യാപിറ്റൽ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ എൻഡ് ഓഫ് പീരിയഡിലെ ക്യാപിറ്റൽ കണ്ടുപിടിക്കാനും. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ അതായത് ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ്, ക്ലോസിംഗ് ക്യാപിറ്റൽ അതായത് ക്യാപിറ്റൽ അറ്റ് ദി എൻഡ്, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണിത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ഇത് ബാലൻസ് ഷീറ്റിന് സിമിലർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ടോ അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ വെച്ചിട്ടാണ്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണെന്ത്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ഇനി നമുക്ക് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നോക്കാം. അതിൻ്റെ ഇക്വേഷൻ താഴെ നൽകിയിട്ടുണ്ട്. പ്രോഫിറ്റ് ഈക്വൽ ടു ക്ലോസിംഗ് ക്യാപിറ്റൽ മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് എന്ത് കുറക്കുക? ഓപ്പണിംഗ് ക്യാപിറ്റൽ കുറക്കുക. പ്ലസ് ഡ്രോവിങ്സ്, അതിനോട് കൂടി ഡ്രോവിങ്സ് ആഡ് ചെയ്യുക, മൈനസ് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്. അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ലെസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഏരിയയാണ് നമുക്കിവിടെ കൃത്യമായിട്ട് പഠിക്കാനുള്ളത്. ഇത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ആയിരിക്കും നമുക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ഇക്വേഷൻ? എന്താണ്? പ്രോഫിറ്റ് ഈക്വൽ ടു ക്ലോസിംഗ് ക്യാപിറ്റൽ മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് ഡ്രോവിങ്സ് മൈനസ് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്. നെക്സ്റ്റ് നമുക്ക് പ്രൊസീജിയർ നോക്കാം. പ്രൊസീജിയർ ഓഫ് പ്രിപ്പയറിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്.
അതായത് സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് പ്രോഫിറ്റ് ലോസ് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പുകൾ. ഒന്നാമത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രിപ്പയറിങ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആണ്. ആദ്യം നമ്മൾ പഠിക്കുക ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. അതായത് നമുക്ക് ഓപ്പണിങ്ങിലെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അത് വെച്ചിട്ട് നമ്മൾ ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വരക്കും. എന്തിനു വേണ്ടിയാണ് പഠിച്ചത്? ഫൈൻഡ് ഔട്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ആദ്യം കണ്ടുപിടിക്കുക എന്താണ്? ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. ഈ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഓപ്പണിങ്ങിലെ എമൗണ്ട് ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ എന്ത് വരക്കും? ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വരക്കും. അതിലൂടെ നമുക്ക് എന്ത് കിട്ടും? ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടും. സെക്കൻഡ് സ്റ്റെപ്പ് പ്രിപ്പയറിങ് ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുക. എന്തിനാണ്? ക്ലോസിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ആദ്യം ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക, അതിനുശേഷം ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. അതോടുകൂടി ഡ്രോവിങ്സ് ആഡ് ചെയ്യാം. ദെൻ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് സബ്സ്ട്രാക്ട് ചെയ്യുക, കുറക്കും ചെയ്യാം. അപ്പോൾ 4 സ്റ്റെപ്പാണ്. ആദ്യം ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക, അതിന് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുക. ദെൻ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക, അതിനെന്താ പ്രിപ്പയർ ചെയ്യുക? ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ദെൻ ഡ്രോവിങ്സ് ആഡ് ചെയ്യുക, അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ലെസ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദി ഇയർ എൻഡഡ് 31st March. അവിടെ നമ്മൾ ഏത് വർഷമാണോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ആ ഇയർ കൊടുക്കണം. ദെൻ പർട്ടിക്കുലേഴ്സ് കോളം, ഒരു എമൗണ്ട് കോളം. ഇനി ഇതിൽ ഫസ്റ്റ് വരുന്നത് ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് ഇയർ. നമ്മൾ എൻഡിൽ കിട്ടിയ ക്യാപിറ്റൽ ആദ്യം എഴുതുന്നു. അതോടുകൂടി ഡ്രോവിങ്സ് ആഡ് ചെയ്യുന്നു. എൻഡിലെ ക്യാപിറ്റലോടുകൂടി ഡ്രോവിങ്സ് ആഡ് ചെയ്യുന്നു. അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ലെസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ കിട്ടും. അതിന്ന് ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ് അല്ലേ, ഓപ്പണിംഗ് ക്യാപിറ്റൽ, അതായത് ബിഗിനിങ് ക്യാപിറ്റൽ ലെസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇത്രയും ഭാഗം നമുക്ക് കൃത്യമായിട്ട് പഠിക്കേണ്ടത്. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പോൾ ഇത്രയും ഭാഗമാണ് നിങ്ങൾക്ക് പ്രോബ്ലത്തിലൊക്കെ കൂടുതലും വരാറുള്ളത്. ഇത്രയും മിനിമം എല്ലാവരും അറിഞ്ഞിരിക്കണം. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്, ഇതിൽ നിന്ന് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം, ഇൻകംസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു നെറ്റ് പ്രോഫിറ്റാണ്. ഇതുവരെ നമുക്ക് കിട്ടുന്നത് ഗ്രോസ് പ്രോഫിറ്റാണ്. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഗ്രോസ് പ്രോഫിറ്റാണ്. ഇവിടെയാണ് നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ മിക്ക ചോദ്യത്തിലും ഇത്രയും കാര്യങ്ങളെ ഉണ്ടാകുള്ളൂ. അപ്പോൾ ഇത്രയും ഭാഗം നിർബന്ധമായിട്ട് പഠിക്കുക. പിന്നീട് എന്ത് ചെയ്യുക? എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യുക, ഇൻകംസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ഇവിടെ ഏതൊക്കെ എക്സ്പെൻസാണ് അല്ലേ? എക്സ്പെൻസസോ ലോസോ ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ലെസ് ചെയ്യണം. ദെൻ ആഡ് ഇൻകം ആഡ് ചെയ്യണം, അക്രൂഡ് ഇൻകം ആഡ് ചെയ്യണം, പ്രീപെയ്ഡ് എക്സ്പെൻസ് ആഡ് ചെയ്യണം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സും ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് പ്രോഫിറ്റ് ഏണിംഗ് ഡ്യൂറിങ് ദി അക്കൗണ്ടിങ് പീരീഡ് കിട്ടും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എല്ലാവരും നിർബന്ധമായിട്ടും കാണാപ്പാഠം പഠിക്കുക. അപ്പോൾ മെയിനായിട്ട് ഇതിൽ വരുന്നത് ഇത്രേ ഉള്ളൂ. ആദ്യം നമ്മൾ എൻഡിലെ ക്യാപിറ്റൽ എടുക്കും, അതോടുകൂടി ഡ്രോവിങ്സ് ആഡ് ചെയ്യും, അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്യും, ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്യും. അത്രയെങ്കിലും മിനിമം പഠിക്കുക. പിന്നെ അതിന് ശേഷം എന്ത് ചെയ്യുന്നുള്ളൂ അല്ലേ? എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യുക, ഇൻകംസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു സിമ്പിൾ പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ദി ഫോളോവിങ്. താഴെ നൽകിയുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് പ്രോഫിറ്റോ ലോസോ കണ്ടുപിടിക്കാം. ഓപ്പണിംഗ് ക്യാപിറ്റൽ 50,000, ക്ലോസിംഗ് ക്യാപിറ്റൽ 80,000, കറണ്ട് ഇയർ ഡ്രോവിങ്സ് 10,000, അഡിഷൻ ടു ക്യാപിറ്റൽ ഡ്യൂറിങ് ദി ഇയർ, അതായത് അഡീഷണൽ ക്യാപിറ്റൽ 10,000. ഇത്രയാണ് ഇൻഫർമേഷൻ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലത്തിന് ആൻസർ കണ്ടെത്താൻ പറ്റും. അത് നമ്മൾ എന്താ എടുക്കുക? ക്ലോസിംഗ് ക്യാപിറ്റൽ എടുക്കും, അതിൻ്റെ കൂടെ ഡ്രോവിങ്സ് ആഡ് ചെയ്യുക, അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്യുക, ഓപ്പണിംഗ് ക്യാപിറ്റലും ലെസ് ചെയ്യുക. അത്ര മാത്രമേ നമുക്കിവിടെ ചെയ്യാനുള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗം കൃത്യമായിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കാം അല്ലേ? ആദ്യം നമ്മൾ ഹെഡിങ് കൊടുക്കുന്നു, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ദെൻ ഫസ്റ്റ് ക്ലോസിംഗ് സ്റ്റോക്ക്
ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 80,000 അതിനോടുകൂടി ഡ്രോവിങ്സ് 6,000 ആഡ് ചെയ്തു. അങ്ങനെ നമുക്ക് 86,000 കിട്ടി. അതിൽ നിന്ന് അഡീഷണൽ ക്യാപിറ്റൽ 10,000 ലെസ് ചെയ്യാം. അതോടൊപ്പം തന്നെ 50,000 ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്യാം. അങ്ങനെ നമുക്ക് പ്രോഫിറ്റ് ഡ്യൂറിങ് ദി ഇയർ 26,000 എന്ന് കിട്ടും. പ്രോഫിറ്റ് ഡ്യൂറിങ് ദി ഇയർ എത്രയാണ്? 26,000. അപ്പോൾ വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. കൃത്യമായിട്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസർ കഴിയും. ഇനി ഇവിടെ നമ്മൾ കൂടുതൽ പഠിക്കേണ്ടത് എങ്ങനെയാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക, എങ്ങനെയാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക എന്ന് മാത്രമാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു പ്രോബ്ലം നോക്കാം. ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് 5 മാർക്കിനോ അല്ലെങ്കിൽ എസ്സേ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈ രീതിയിലുള്ള ചോദ്യമായിരിക്കും ഉണ്ടായിരിക്കുക. അധികം പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കാനാണ്. നമ്മളിവിടെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റും കൂടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഫോളോവിങ് ഇൻഫർമേഷൻ അവൈലബിൾ. ഇവിടെ 2 ഡേറ്റ് എന്നുള്ളത്, ഒന്ന് 1/1/2025, മറ്റൊന്ന് 31/12/2025. ഇത് ഓപ്പണിംഗ് ആണ്, ഇത് ക്ലോസിംഗ് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. ഈ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. ആ ഒരു കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഈ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുമ്പോഴോ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുമ്പോഴോ നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, അഡീഷണൽ ഇൻഫർമേഷന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ തന്ന ഈ ബാലൻസ് ഷീറ്റിലെ ഇൻഫർമേഷൻ മാത്രം ഉപയോഗിച്ചാൽ മതി. അഡീഷണൽ ഇൻഫർമേഷൻ നമ്മൾ എന്തിനു ഉപയോഗിച്ചാൽ മതി? അല്ലേ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ നൽകിയിട്ടുള്ളത്? അല്ലേ, ഫർണിച്ചർ ഉണ്ട്, ഓപ്പണിങ്ങിലും ഉണ്ട് ക്ലോസിങ്ങിലും ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, ഡെപ്റ്റേഴ്സ് ഉണ്ട്, ക്യാഷ് ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ബിൽസ് പേബിൾ ഉണ്ട്, ലോൺ ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവിടെ ഏതൊക്കെയാണ് അസറ്റും ഏതൊക്കെയാണ് ലാബിലിറ്റീസും കൃത്യമായിട്ട് അറിയണം. ഫർണിച്ചർ അസറ്റാണ്, അല്ലേ, ഫിക്സഡ് അസറ്റാണ് എന്ത്? ഫർണിച്ചർ. സ്റ്റോക്ക് കറണ്ട് അസറ്റാണ്, ഡെപ്റ്റേഴ്സ് കറണ്ട് അസറ്റാണ്, ക്യാഷ് കറണ്ട് അസറ്റാണ്, ക്രെഡിറ്റേഴ്സ് കറണ്ട് ലാബിലിറ്റിയാണ്. ക്രെഡിറ്റേഴ്സ് എന്താണ്? കറണ്ട് ലാബിലിറ്റിയാണ്. ബിൽസ് പേബിളും കറണ്ട് ലാബിലിറ്റിയാണ്. ലോണ് ലോങ് ടേം ലാബിലിറ്റിയാണ്. ലാബിലിറ്റിയാണ് എന്ത്? ലോണ്. ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റാണ്. ആ കാര്യം അസറ്റും ലാബിലിറ്റീസും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ അല്ല? അപ്പോൾ അവിടെ ഏതൊക്കെയാണ് അസറ്റ് ഏതൊക്കെയാണ് ലാബിലിറ്റീസ് എന്ന് ക്ലാസിഫൈ ചെയ്യാൻ കഴിയണം. എന്നിരുന്നാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആണ് വരക്കുന്നത്. ആദ്യം ഹെഡിങ് കൊടുക്കുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആസ് ഓൺ 1/1/2025. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഒരു ബാലൻസ് ഷീറ്റിന് സിമിലർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇതിൽ ലാബിലിറ്റീസ്, എമൗണ്ട്, അസറ്റ്, എമൗണ്ട്. ആദ്യം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത് പറഞ്ഞു. ആദ്യം നമ്മൾ എപ്പോഴും ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അസറ്റ് സൈഡാണ് എഴുതേണ്ടത്. അപ്പോൾ അസറ്റിൽ ഏതൊക്കെ ഉണ്ട് നോക്കാം. ഏതൊക്കെ അസറ്റുകളാണ് നമ്മുടെ ചോദ്യത്തിൽ ഓപ്പണിങ്ങിൽ നൽകിയിട്ടുള്ളത്, അല്ലേ? ഫർണിച്ചർ ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, ഡെപ്റ്റേഴ്സ് ഉണ്ട്, ക്യാഷ് ഉണ്ട്. ഇത്രയും അസറ്റുകളാണ്. ആ അസറ്റുകൾ എന്ത് ചെയ്തു? നമ്മളിങ്ങോട്ട് എഴുതുന്നു. ഓപ്പണിംഗ് ആണ്. 1/1/2025 ഡീറ്റെയിൽസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് വരക്കുന്നത്. അത് ജസ്റ്റ് ഇവിടേക്ക് എഴുതുന്നു. ക്യാഷ് എത്രയാണ്? ക്യാഷ് 150 ഡെപ്റ്റേഴ്സ് 2,100 സ്റ്റോക്ക് 2,800 ഫർണിച്ചർ 200. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 5,250 കിട്ടും. ആ 5,250 നമ്മൾ ഇവിടെ ഇടുക. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം അസറ്റുകൾ എന്ത് ചെയ്യുക? ഓരോന്ന് എഴുതുക. അതിനുശേഷം ടോട്ടൽ ചെയ്യുക. അതേ ആൻസർ ഇവിടെ എഴുതുക. ഇനി ലാബിലിറ്റീസ് എന്താണ് ചോദ്യത്തിൽ നോക്കാം, അല്ലേ? ഇവിടെ ലാബിലിറ്റീസ് ബിൽസ് പേബിൾ ആകെ എന്ത് മാത്രമേ ഉള്ളൂ? ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ.
ഇവിടെ ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. 1750 എന്നുള്ളത് ക്രെഡിറ്റേഴ്സ് എന്ത് ചെയ്തു നമ്മളിവിടെ എഴുതി. ക്രെഡിറ്റേഴ്സ് 1750. അപ്പോൾ ഇവിടെ 5250 ഉണ്ട്, ഇവിടെ 5250 ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 5250 ബാലൻസ് കാണാൻ, BF ബാലൻസിങ് ഫിഗർ കാണാണ്. 5250 നിന്ന് 1750 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3500 കിട്ടും. അപ്പോൾ ഇതാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ ആദ്യം എല്ലാ അസറ്റുകളും അസറ്റ്സൈഡ് എഴുതി, എന്നിട്ട് അതിൻ്റെ ടോട്ടൽ കണ്ടു. ആ ടോട്ടൽ 2 സൈഡിലും ഇട്ടു. അതിനുശേഷം അതിൽ നിന്ന് ലാബിലിറ്റീസ് കുറയ്ക്കുകയാണ്. ഇവിടെ ഒറ്റ ലാബിലിറ്റീസ് ഉള്ളൂ, അത് ക്രെഡിറ്റേഴ്സാണ്. ആ ക്രെഡിറ്റേഴ്സ് കുറക്കുമ്പോൾ നമുക്ക് ഒരു ബാലൻസ് കിട്ടും. ആ ബാലൻസിങ് ഫിഗറാണിത് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഇനി ഇതേ മാർക്ക് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. അതിനു വേണ്ടി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആസ് ഓൺ 31/12/2025 അല്ലേ, ഡിസംബറാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ അസറ്റുകളും ഡിസംബറിലെ ഡാറ്റാസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതിലെ ഓരോ അസറ്റുകളും നമ്മൾ ആദ്യം എഴുതിയെടുക്കുന്നു. ഇത്രയും അസറ്റുകളാണുള്ളത്, അത്രയും അസറ്റ്, ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റും കൂടി ഉണ്ട്. അത്രയും അസറ്റുകൾ നമ്മൾ ആദ്യം എഴുതിയെടുക്കുന്നു. ഓക്കെ അല്ലോ. അസറ്റിൽ ഓരോ അസറ്റും ക്യാഷ് 200, ഡെപ്റ്റേഴ്സ് അല്ലേ 3400, സ്റ്റോക്ക് 3050, ഫർണിച്ചർ 200, ഇൻവെസ്റ്റ്മെൻറ്റ് 1000. എന്നിട്ട് ടോട്ടൽ എഴുതുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7850 കിട്ടും. ആ 7850 ഇവിടെയും എഴുതിയെടുക്കുന്നു. എന്നതിന് ശേഷം ലാബിലിറ്റീസ്, ഇവിടെ ഏതൊക്കെ ലാബിലിറ്റീസാണ് ഉള്ളത്? ക്ലോസിങ്ങിൽ ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ബിൽസ് പേബിൾ ഉണ്ട്, ലോൺ ഉണ്ട്. ആ 3 ഐറ്റംസും നമ്മൾ ഇവിടേക്ക് എഴുതുന്നു. ക്രെഡിറ്റേഴ്സ് എത്രയാണ്? 1900 ആണ്, ബിൽസ് പേബിൾ 300 ആണ്, ലോണ് 500 ആണ്. എന്നിട്ട് 7850 നിന്ന് ഇത്രയും എമൗണ്ട് നമ്മൾ കുറക്കുന്നു. ഏതൊക്കെയാണ്? ക്രെഡിറ്റേഴ്സിൻ്റെ 1900, ബിൽസ് പേബിളിൻ്റെ 300, ലോണിൻ്റെ 500. അപ്പോൾ നമുക്കൊരു ബാലൻസ് കിട്ടും. 5150 എന്നുള്ള ബാലൻസ് കിട്ടും. ആ ബാലൻസിങ് ഫിഗർ BF ആണ് ക്ലോസിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മളിവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചു. ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വെച്ചിട്ട് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചു. എന്ത് വെച്ചിട്ട്? ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റലും കിട്ടി, ക്ലോസിംഗ് ക്യാപിറ്റലും കിട്ടി. ഇനി നമുക്ക് പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കണം. അതിനു വേണ്ടി നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ആദ്യം ഹെഡിങ് കൊടുക്കുക, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദി ഇയർ എൻഡഡ് 31/12/2025. ആദ്യം ഹെഡിങ് നൽകുക. അതിനുശേഷം ഒരു പർട്ടിക്കുലർ കോളം, ഒരു എമൗണ്ട് കോളം. ഫസ്റ്റ് ക്ലോസിംഗ് ക്യാപിറ്റൽ എത്ര നമുക്ക് കിട്ടിയത്? 5150 ആണ്. അതോടുകൂടി ഡ്രോയിങ്സ് ആഡ് ചെയ്യുക. നമ്മുടെ ക്വസ്റ്റനിൽ അല്ലേ അദ്ദേഹം ഡ്രോ ചെയ്യുന്നുണ്ട് അല്ലേ, അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് ഡ്രോയിങ്സ് നൽകുന്നുണ്ട്. എത്രയാണ്? അല്ലേ, ഡ്രോ ഔട്ട് ബിസിനസ് 500 രൂപയാണ്. അതോടൊപ്പം തന്നെ ഡിപ്രിസിയേഷന് 10% ഉണ്ട്, ബാഡ് ഡെപ്റ്റും 10% ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഡ്രോയിങ്സ് ആഡ് ചെയ്യുന്നു. ഡ്രോയിങ്സ് 500 ആണ്. 5150 കൂടി 500 രൂപ ഡ്രോയിങ്സ് ആഡ് ചെയ്തു. അങ്ങനെ 5650 കിട്ടി. അതിൽ നിന്ന് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്തു. ഇവിടെ അഡീഷണൽ ക്യാപിറ്റൽ ഇല്ല, ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ദെൻ ഡിപ്രിസിയേഷൻ പറയുന്നത് 10% ആണ്. 10% ഫർണിച്ചറിൻ്റെ 10%ആണിത് ഡിപ്രിസിയേഷൻ. ഫർണിച്ചർ എൻഡിൽ ഇതെടുക്കുക, എൻഡിൽ 200 ആണ്. ആ 200ൻ്റെ 10% 20. അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സിൻ്റെ 10% പ്രൊവിഷനാണ്. അപ്പോൾ 3400ൻ്റെ 10% 340. അപ്പോൾ ഇവിടെ ആ കാര്യം കൃത്യമായിട്ട് എഴുതാം. ഡിപ്രിസിയേഷൻ എത്രയാണ്? 20, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് 340. അങ്ങനെ 360 എന്ന് കിട്ടും. 2150 നിന്ന് 360 കുറച്ച് കഴിഞ്ഞാൽ 1790 പ്രോഫിറ്റ് ലഭിക്കും. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾ നിർബന്ധമായിട്ടും ഈ ഒരു പ്രോബ്ലത്തിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. എങ്കിലും ഞാൻ ഈ ഒരു പ്രോബ്ലത്തിൽ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് കൂടി വരക്കുന്നുണ്ട്. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിൽ പ്രോഫിറ്റ് ഓർ ലോസ് മാത്രം കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. ഇനി ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്,
അപ്പോൾ നമ്മൾ എൻഡിലെ ഡാറ്റ വെച്ചിട്ടാണ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക അല്ലേ. അഡ്ജസ്റ്റഡ് ഓർ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആസ് ഓൺ 31/12/2025. അപ്പോൾ ആദ്യം അസറ്റ് സൈഡ് എഴുതാം. അസറ്റിൽ ക്യാഷ് 200 ഡെപ്റ്റേഴ്സ് 3400, അതിൽ നിന്ന് പ്രൊവിഷൻ 340. അത് കുറച്ച് കഴിഞ്ഞാൽ 3060 കിട്ടും. ദെൻ സ്റ്റോക്ക് 3050, ഫർണിച്ചർ 200, അതിൽ നിന്ന് 20 കുറച്ച് കഴിഞ്ഞാൽ 180. ഇൻവെസ്റ്റ്മെൻറ്റ് 1000. അപ്പോൾ അത്രയും അസറ്റുകളുണ്ട്. അത്രയും അസറ്റുകൾ അസറ്റ് സൈഡ് എഴുതുക. ദെൻ ലാബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് 1900, എൻഡിൽ 1900, ബിൽസ് പേബിൾ 300, ലോണ് 500. അപ്പോൾ ചോദ്യത്തിലെ ഡാറ്റാസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എഴുതുന്നു. ദെൻ അതിനുശേഷം നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ അല്ലേ. ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റ് നമ്മൾ എടുക്കുക, ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക. ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ 3500. അതോടുകൂടി നെറ്റ് പ്രോഫിറ്റ് നമുക്ക് ലഭിച്ച നെറ്റ് പ്രോഫിറ്റ് 1790 ആഡ് ചെയ്യുന്നു. അതിൽ നിന്ന് ഡ്രോവിങ്സ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി പിൻവലിച്ച 500 രൂപ കുറക്കുന്നു. അങ്ങനെ അല്ലേ 3500 കൂടി 1790 ആഡ് ചെയ്യുന്നു. അപ്പോൾ 5290 കിട്ടും. അതിൽ നിന്ന് 500 കുറച്ചാൽ 4790 കിട്ടും. അപ്പോൾ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ രണ്ട് സൈഡും ടാലിയാകും 7490. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നിർബന്ധമായിട്ടും കണ്ടുപിടിക്കേണ്ടത് ആദ്യം ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ പഠിക്കണം. ദെൻ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ കഴിയണം. പ്രോഫിറ്റ് ഓർ ലോസ് സ്റ്റേറ്റ്മെൻറ്റ്, ഇത്രയും ഭാഗമാണ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാറുള്ളത്. ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഞാനിവിടെ നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം ഡിസ്കസ് ചെയ്തതോട് പറഞ്ഞതാണ്. ഇങ്ങനെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ മാത്രം അത് പ്രിപ്പയർ ചെയ്താൽ മതി. ഓക്കെ അല്ലോ. നെക്സ്റ്റ് നമുക്ക് കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ സിംഗിൾ എൻട്രിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യം നോക്കാം. ജെ സിക്കന്ദർ കീപ്സ് ഹെർ ബുക്സ് ഓൺ സിംഗിൾ എൻട്രി സിസ്റ്റം. ഫ്രം ദി ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഷോവിങ് പ്രോഫിറ്റ് ഓർ ലോസ് മെയ്ഡ് ബൈ ഹെർ ഫോർ ദി ഇയർ എൻഡഡ് 31 മാർച്ച് 2006. ഇവിടെ നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് താഴെ നൽകിയുള്ള ഇൻഫർമേഷൻ പ്രകാരം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആണ് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് മാത്രം ചെയ്താൽ മതി, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് പ്രിപ്പയർ ചെയ്താൽ മതി. 6 മാർക്കിനാണ് ഈ ഒരു ചോദ്യം കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. അതിനുശേഷം ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. എന്നിട്ടാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും വേണമെങ്കിൽ ഇക്വേഷൻ പ്രകാരം കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വെച്ചിട്ടും കണ്ടുപിടിക്കാം. ഇവിടെ ഇക്വേഷൻ പ്രകാരം വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം എല്ലാ അസറ്റുകളും ആഡ് ചെയ്തിട്ട് അതൊന്ന് ലാബിലിറ്റീസ് കുറക്കണം. അതിലാണ് നമുക്ക് എളുപ്പം, ഒന്നും കൂടി ഞാൻ മനസ്സിലാക്കുന്നത് എളുപ്പം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വരക്കാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വരക്കുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മാർച്ച് 31, 2005 വരക്കുന്നു അല്ലേ. ലാബിലിറ്റീസ് അസറ്റ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, അസറ്റ് എഴുതുന്നു 2005 എല്ലാ അസറ്റുകളും. അപ്പോൾ ഇത്രയും അസറ്റുകളാണ് 2005 അപ്പോൾ അത്രയും അസറ്റുകൾ നമ്മൾ 2005 എഴുതുന്നു അല്ലേ. ഡെപ്റ്റേഴ്സ് 60,000, സ്റ്റോക്ക് 12,000, ഫർണിച്ചർ 2,000, ക്യാഷ് ഇൻ ഹാൻഡ് 1,000, ടോട്ടൽ 31,000 കിട്ടും. ഇനി ലാബിലിറ്റീസ് ഇവിടെ 2 ലാബിലിറ്റീസ് ഉണ്ട്. പക്ഷേ 2005 എന്ത് മാത്രമേ ഉള്ളൂ, ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ബാങ്ക് ഓഫ് ഡ്രാഫ്റ്റ് 2005 ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റേഴ്സ് എഴുതുന്നു. അപ്പോൾ ഇവിടെ 39,000 ഉണ്ട്. അതിൽ നിന്ന് 1200 ക്രെഡിറ്റേഴ്സ് കുറച്ച് കഴിഞ്ഞാൽ 29,800 നമുക്ക് ആൻസർ കിട്ടും, ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ പ്രകാരം എല്ലാ അസറ്റും എന്ത് ചെയ്യുക, നിങ്ങൾ ആഡ് ചെയ്യുക. അതൊന്ന് ഈ ഒരു ക്രെഡിറ്റേഴ്സ് കുറച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ സ്റ്റേറ്റ്മെൻറ്റ് വരക്കാതെ നിങ്ങൾക്ക് ഈ ഒരു ആൻസർ കിട്ടും. നെക്സ്റ്റ് നമുക്ക് എന്ത് കാണണം, ക്ലോസിംഗ് ക്യാപിറ്റൽ കാണണം. ക്ലോസിംഗ് ക്യാപിറ്റൽ കാണുന്നതിന് വേണ്ടി ആദ്യം അസറ്റുകൾ എഴുതുന്നു. ഡെപ്റ്റേഴ്സ് 19,000, സ്റ്റോക്ക് 15,000, ഫർണിച്ചർ 4,000, ക്യാഷ് ഇൻ ഹാൻഡ് 1,500, 39,500 ടോട്ടൽ കിട്ടും. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ലാബിലിറ്റീസ് മൈനസ് ചെയ്യുന്നു.
ലാബിലിറ്റീസ് കുറക്കുന്നു. ലാബിലിറ്റീസ് ഏതൊക്കെയാണ് ഇവിടെ ഉള്ളത്? ക്രെഡിറ്റേഴ്സ് 1800 ഉണ്ട്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 2000 ഉണ്ട്. അത് രണ്ടും നമ്മൾ ഇവിടെ എഴുതുന്നു. ലാബിലിറ്റീസ് ആയിട്ട് ക്രെഡിറ്റേഴ്സ് 1800, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 2000. അങ്ങനെ 35,700 ക്ലോസിംഗ് ക്യാപിറ്റൽ 35,700 കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റലും കിട്ടി, ക്ലോസിംഗ് ക്യാപിറ്റലും കിട്ടി. ഇനി നമുക്ക് എന്ത് വരക്കാം? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട് അല്ലേ. ആദ്യം ക്ലോസിംഗ് ക്യാപിറ്റൽ 35,700. 35,700 കൂടെ ഡ്രോവിങ്സ് ആഡ് ചെയ്യാം. ഡ്രോവിങ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 41,700 കിട്ടും. ആ 41,700 ഇവിടെ ചോദ്യത്തിൽ അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ട്. അഡീഷണൽ ക്യാപിറ്റൽ എത്രയാണ്? 10,000 ആണ്. ആ അഡീഷണൽ ക്യാപിറ്റൽ 10,000 നമ്മൾ എന്ത് ചെയ്യുന്നു? ലെസ് ചെയ്യുന്നു. ആ അഡീഷണൽ ക്യാപിറ്റൽ 10,000 ലെസ് ചെയ്യുന്നു. അങ്ങനെ 31,700 കിട്ടുന്നു. അതിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ 29,800 കുറച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് 1,900. അപ്പോൾ ആൻസർ എത്രയാണ്? 1,900 ആണ്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇത്തരം ചോദ്യമാണ് നമ്മൾ ഇനിയും ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സിംഗിൾ എൻട്രിയിൽ പ്രോബ്ലം പഠിക്കാൻ ഇത്രയും ഭാഗം മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് കൺവേർഷൻ മെത്തേഡ്. നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ 2 മെത്തേഡാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസോ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഒന്നായിരുന്നു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും ഡിസ്കസ് ചെയ്തു. ആ ഏരിയക്ക് എല്ലാവരും നല്ല പ്രാധാന്യം നൽകുക. നെക്സ്റ്റ് വരുന്ന ഒരു മെത്തേഡാണ് പ്രോഫിറ്റ് ആൻഡ് ലോസോ കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് കൺവേർഷൻ മെത്തേഡ്. നമ്മുടെ സിലബസിൽ കൺവേർഷൻ മെത്തേഡിൽ പ്രോബ്ലംസ് ഇല്ല. അതുകൊണ്ട് കൺവേർഷൻ മെത്തേഡിനെ കുറിച്ച് നിങ്ങൾ തിയറീസ് കൃത്യമായിട്ട് പഠിച്ചാൽ മതി. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ 6 മാർക്കിന് കൺവേർഷൻ മെത്തേഡിനെ കുറിച്ച് ചോദിച്ചിരുന്നു. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട തിയറീസ് കൃത്യമായിട്ട് എല്ലാവരും പഠിക്കണം. നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അതൊരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള, ഇൻഅക്യുറേറ്റ് ആയിട്ടുള്ള, അൺസയൻറ്റിഫിക് ആയിട്ടുള്ള, അൺസിസ്റ്റമാറ്റിക് മെത്തേഡാണ് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരം മെത്തേഡിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു? ഡബിൾ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡിൻ്റെ പഠന പേരാണെന്ത്? കൺവേർഷൻ മെത്തേഡ്. അപ്പോൾ സിംഗിൾ എൻട്രീനെ ഡബിൾ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് സിംഗിൾ എൻട്രി സിസ്റ്റം ഈസ് ആൻ ഇൻകംപ്ലീറ്റ് ആണ്, ഇൻഅക്യുറേറ്റ് ആണ്, അൺസയൻറ്റിഫിക് ആണ്, അൺസിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ ഹാസ് ടു ബി കൺവേർട്ടഡ്. എന്ത് ചെയ്യുന്നു? നമ്മൾ സിംഗിൾ എൻട്രി കൺവേർട്ട് ചെയ്യുന്നു ഇൻ ടു ഡബിൾ എൻട്രി സിസ്റ്റം. എന്തിനു വേണ്ടിയാണ്? എ കംപ്ലീറ്റ്, അക്യുറേറ്റ്, സിസ്റ്റമാറ്റിക്, സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് റെക്കോർഡിങ് ട്രാൻസാക്ഷൻ. അപ്പോൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതിൽ കംപ്ലീറ്റ്നെസ് വരുന്നതിന് വേണ്ടിയും അക്യുറസി വരുന്നതിന് വേണ്ടിയും സയൻറ്റിഫിക് ആയിട്ടുള്ള തെളിവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയും നമ്മൾ എന്ത് ചെയ്യുന്നു? സിംഗിൾ എൻട്രീനെ ഡബിൾ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അത്തരം മെത്തേഡിന് പറഞ്ഞ പേരാണിത് കൺവേർഷൻ മെത്തേഡ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് കൺവേർഷൻ മെത്തേഡിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഫസ്റ്റ് പോയിന്റ്, ടു ഓവർകം ദ ഡിഫക്ട്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. അല്ല, കൺവേർഷൻ മെത്തേഡിലൂടെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതിലൂടെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഡിഫക്റ്റ് നമുക്ക് എന്ത് ചെയ്യുന്നു? ഓവർകം ചെയ്യാൻ സഹായിക്കുന്നു. ടു ഹാവ് കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ. അല്ലെ, കംപ്ലീറ്റ് ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യാൻ സഹായിക്കുന്നു. അല്ലെ, ഒറ്റ എൻട്രി ആണ് നമ്മൾ എന്ത് ചെയ്യുക? സിംഗിൾ എൻട്രിയിൽ റെക്കോർഡ് ചെയ്യുക. അതിന് പകരം ഡബിൾ എൻട്രി ആണെന്ത്? ഇവിടെ കൺവേർഷനിൽ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ടു അസേർട്ടൈൻ കറക്റ്റ് പ്രോഫിറ്റ് ഓർ ലോസോ, കറക്റ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഓർ ലോസോ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ടു അസേർട്ടൈൻ ട്രൂ ആൻഡ് ഫെയർ ഫിനാൻഷ്യൽ പൊസിഷൻ, ട്രൂ ആൻഡ് ഫെയർ വ്യൂ, അതായത് ഫിനാൻഷ്യൽ പൊസിഷൻ്റെ ശരിയായ രീതി കണ്ടുപിടിക്കാൻ കൺവേർഷൻ മെത്തേഡ് സഹായിക്കുന്നു. ടു പ്രൊവൈഡ് ഐഡിയൽ ആൻഡ് റിലയബിൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, ഐഡിയൽ ആയിട്ടുള്ളതും റിലയബിൾ ആയിട്ടുള്ളതുമായിട്ടുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ടു മെയിൻറ്റെയിൻ അക്യുറസി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്, ബുക്സ് ഓഫ് അക്കൗണ്ടിന് അക്യുറസി ഉറപ്പുവരുത്തുന്നു. നെക്സ്റ്റ് പോയിന്റ്, ടു അവോയ്ഡ് ചാൻസസ് ഓഫ് എറേഴ്സ് ഓർ ഫ്രോഡ്, എറേഴ്സുകൾ, തെറ്റുകളും ഫ്രോഡ്, വഞ്ചനകളും കുറക്കാൻ വേണ്ടി സഹായിക്കുന്നു. അപ്പോൾ എന്താണ് കൺവേർഷൻ മെത്തേഡ്? അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് കൃത്യമായിട്ട് പഠിക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ ഇവിടെ
കംപ്ലീറ്റ് ചെയ്യുകയാണ്. ആദ്യം നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റവുമായി ബന്ധപ്പെട്ട തിയറീസൊക്കെ പറഞ്ഞു. അതിനുശേഷം സിംഗിൾ എൻട്രിയുടെ അക്കൗണ്ടിങ് പ്രൊസീജിയർ പറഞ്ഞു. അതിൽ 2 മെത്തേഡാണ് പറഞ്ഞു. ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് എല്ലാവരും നിർബന്ധമായിട്ട് പഠിക്കാം. അതിനുശേഷം മറ്റൊരു മെത്തേഡാണ് കൺവേർഷൻ മെത്തേഡ്. അവിടെ നമ്മളുടെ സിലബസിൽ പ്രോബ്ലംസ് പറയുന്നില്ല, അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട തിയറീസ് കൃത്യമായിട്ട് പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സിൽ ഈ ഒരു പേപ്പറിൻ്റെ സെക്കൻഡ് മോഡ്യൂൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.